ഞാൻ ഡോറ് തുറന്നങ്ങ് ഇറങ്ങാനും ഇവരാരെയും കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞുകൊണ്ട് ഇവർ പെട്ടെന്നായപ്പോൾ രണ്ടുപേരും ഇഞ്ഞ് വന്നു. പെട്രോൾ ഒഴിക്കാതെ വണ്ടിക്കകത്ത് തന്നെ വെച്ചിരിക്കുന്നത്. അന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ കറക്റ്റ് 1:30 മണിയായപ്പോൾ ഞാൻ ഉണർന്നു. കൈയും കാലിലെല്ലാം വെട്ടിയിട്ടിട്ട് പറഞ്ഞ് മുണ്ടാൻ പാടില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കല്ല ഓർമ്മയുണ്ട്, സംഭവം നടക്കവില്ല. കുറഞ്ഞ ഇവരെൻ്റെ കയ്യിലിരുന്ന് 2500 ഉള്ളായിരുന്നു അന്ന് എൻ്റെ പൈസ. ഇവന്മാർ വെട്ടിയിട്ട് ബ്ലഡ്. നമസ്കാരം. നമ്മൾ 2 ദിവസമായിട്ട് വാർത്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ചെറിയ ഡീസലിൻ്റെ മുക്കിൽ ഒരു വീട്ടിൽ രാത്രി ഗൃഹനാഥൻ അദ്ദേഹം മീൻ വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് 3 അക്രമികൾ മീൻ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് 3 അക്രമികൾ ഇരച്ചു കയറി വരികയും ഗൃഹനാഥനെ പൂർണ്ണമായിട്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ ഒരു അമ്മയുടെ മാല വലിച്ചു പൊട്ടിക്കുകയും കാശ് കയറുകയും ചെയ്തൊരു വാർത്ത ഞങ്ങൾ 2 ദിവസമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ 2 പ്രതികളെ പിടിച്ചു, ഇന്ന് 3ാമത്തെ പ്രതിയെ പിടിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിയെ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു അക്രമത്തിനിരയായ ഷാജഹാൻ ചേട്ടനാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം വെച്ചാൽ ഈ ചേട്ടനെ പറ്റി നാട്ടുകാർ നല്ലത് മാത്രമേ പറയുള്ളൂ. ആരോടും വഴക്കിടാത്ത സൗമ്യനായ ഒരു വ്യക്തി എന്നാണ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത്. ആ ഒരു വ്യക്തിയാണ് ചന്നം പിന്നെ വെട്ടിക്കളഞ്ഞു. ഇത്രയും വെട്ട് കിട്ടി ചേട്ടന്. കാരണം കാലെല്ലാം ഞാൻ കണ്ടു. അതായത് ഒരു മനുഷ്യജീവി ഇങ്ങനെയൊക്കെ വെട്ടാൻ വേണ്ടി അവന്മാർ അത്രയും ക്രിമിനൽസ് ആയി തോന്നും. ചേട്ടാ അന്ന് സംഭവിച്ചായിട്ട് ഓർമ്മയുണ്ടോ? എന്താണ് സംഭവം? ചേട്ടാ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നു. അല്ല, വണ്ടിയൊന്നും കഴിവില്ല. സംഭവം പറയാൻ കാര്യം, ഞാൻ രാത്രി 2:15 ഇവിടെ നിന്ന് ഇറങ്ങും. 2:30 മണി 2:15 ഇറങ്ങും. ഇറങ്ങി ഞാൻ ഡോറ് തുറന്നങ്ങ് ഇറങ്ങാനും ഇവരാരെയും കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞുകൊണ്ട് ഇവർ പെട്ടെന്നായപ്പോൾ രണ്ടുപേരും ഇഞ്ഞ് വന്നിട്ട് പറഞ്ഞ് മുണ്ടിപ്പോയ കൊന്നുളയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും മുണ്ടിപ്പോയ കൊന്നുളയ, ഞാൻ എന്താ തെറ്റ് പറയണ മാത്രം നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരമായി, പ്രശ്നങ്ങളായി. ഉടനെ തന്നെ എന്ത് ചെയ്ത് വണ്ടി ഇവിടെ കിടക്കുകയില്ലേ, ഈ വണ്ടിയുടെ ഇടയിൽ തന്നെ ഇട്ട് ചവിട്ടി അങ്ങ് താറുമാറാങ്ങാക്കി കളഞ്ഞു. ചേട്ടൻ മൽപ്പെടുത്തുന്നു അവരോട് ചേർത്ത് നിന്ന് കാര്യം ചേർത്ത് നിൽക്കാൻ എൻ്റെ വൈഫിൻ്റെ അമ്മായി തള്ളയുള്ളൂ വീട്ടിൽ, അകത്ത് കയറാതിരിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇവരടുത്ത് കിടന്ന് ഈ മലപ്പിടുത്തമായി പ്രശ്നങ്ങളായി കഴിഞ്ഞുകൊണ്ട് അവന്മാരെൻ്റെ കൈയും കാലിലെല്ലാം വെട്ടിയിട്ടിട്ട് പറഞ്ഞ് മുണ്ടാൻ പാടില്ല പറഞ്ഞു. അപ്പം ഞാൻ എനിക്കല്ല ഓർമ്മയുണ്ട്, സംഭവം നടക്കവില്ല. കുറഞ്ഞ ഇവരെൻ്റെ കയ്യിലിരുന്ന് 2500 ഉള്ളായിരുന്നു അന്ന് എൻ്റെ പൈസ. ഞങ്ങൾക്ക് 4000 രൂപ അടുപ്പിച്ചാണ് കൊണ്ടുപോണത്. പക്ഷെ മീനിപ്പോൾ വില കൂടുതലായതുകൊണ്ട് ഞാനിപ്പോൾ അന്ന് ഒരു പെട്ടി മീനാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ആ 2500 രൂപയിൽ ഈ പൈസ പിടിച്ചവൻ്റെ പോക്കറ്റിൽ അങ്ങ് എടുക്കുകയും എൻ്റെ മൊബൈലങ്ങ് എടുക്കുകയും ഇട്ടതിനങ്ങ് ചവിട്ടി ഇതെല്ലാം കൂടി ആക്കി ഇവന്മാരങ്ങ് അകത്തങ്ങ് കയറി അത്രയാണ് എനിക്ക് ഓർമ്മ ഉള്ളത്. പിന്നെ ഇവന്മാർ എന്താണ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. താത്ത എന്നോട് പറഞ്ഞു വെച്ചാൽ താത്ത ഈ അലറി വിളിച്ച് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ചേട്ടൻ ബ്ലഡിൽ കുളിച്ച് ബോധമില്ല ബോധമില്ലെന്ന് പറയുന്നത്. ഒരു ബോധമില്ല. തലയ്ക്കാണ് ആദ്യം വെട്ടിയത്. തലയ്ക്ക് മുറിവ് എന്ന് പറയാം. പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കട്ട ബ്ലഡാണ് കാണുന്നത്. ബ്ലഡ് എൻ്റെ മുമ്പിൽ കിടക്കുകയാണ്. ഇവന്മാർ വെട്ടിയിട്ട ബ്ലഡ്. ഈ തലയ്ക്കാണ് ആദ്യം വെട്ടിയ തലയ്ക്കാണ്. ഞാൻ വണ്ടിയുടെ ഇടയിൽ വണ്ടിയുടെ ഇടയിൽ അങ്ങ് ആയിപ്പോയില്ലേ. ഞാൻ അന്ന് രാവിലെ വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ചേട്ടൻ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാത്രി കഴുകാറില്ല. ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് വണ്ടി തുറന്നാണ് കിടക്കുന്നത്. പൂട്ടാറില്ല. അപ്പോൾ ഞാൻ രാത്രി ഇറങ്ങി അന്നത്തെ 2-3 ദിവസം കൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ അന്ന് പെട്രോൾ ഞാൻ വാങ്ങിയിട്ട് ഒഴിക്കാതെ വെച്ചിരുന്നു. പെട്രോൾ അത് ഇറങ്ങണമെങ്കിൽ ഇറങ്ങിയാൽ മതി. മീനുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ വിളിച്ച് പറയും. എൻ്റെ അവിടെ പാറുക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, ആലങ്കോട്. അവൻ വിളിച്ച് പറയാം, കാക്ക മീനുണ്ട് വാക്കാന്ന് പറയുമ്പോൾ എനിക്കിവിടെ പോയാൽ മതി. പിന്നെ അല്ലെങ്കിൽ മീനില്ല പിന്നെ പോവാറില്ല. എല്ലാ ദിവസവും പോവാറില്ല. വിളിച്ചാലേ പോവാറുള്ളൂ. അത് ഞാൻ അവർക്ക് 10-50 ചായ കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അവർ വിളിച്ച് പറയും, കാക്ക മീനുണ്ട് പറഞ്ഞേ വാക്കാന്ന് പറയുമ്പോൾ ഞാനങ്ങ് പോകും. മീനില്ലെന്ന് പറയാൻ പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പെട്രോൾ വാങ്ങിയ 2-3 ദിവസം പെട്രോൾ ഒഴിക്കാതെ വണ്ടിക്കകത്ത് തന്നെ വെച്ചിരിക്കുന്നത്. അന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ കറക്റ്റ് 1:30 മണിയായപ്പോൾ ഞാൻ ഉണർന്നുകൊണ്ട് ഞാൻ ദിവസം ഉണർന്നു കഴിഞ്ഞാൽ ഒരു 1:30 മണിയായപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ ബ്രെഡ് കട്ടൻ കാപ്പി ഇട്ട് കഴിച്ചിട്ടാണ് ഇറങ്ങിപ്പോണത്. യഥാർത്ഥത്തിൽ അപ്പോഴല്ലേ ഇവരിവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ ജനലിൻ്റെ അവിടെ അതിൻ്റെ സംഭാഷണങ്ങളെല്ലാം പ്രതികൾ കേട്ടോണ്ടിരിക്കുകയാണ് ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാനിവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ഇവിടുന്ന് ആ ഫ്രണ്ട് വീട്ടിൽ പട്ടിയുണ്ട്. അന്ന് പട്ടി എന്ന് പറഞ്ഞാൽ
ഭയങ്കരമായി കിടന്ന് ചങ്ങലയിട്ട് അടിക്കൊക്കെ അങ്ങോട്ട് ഓട്ടോ ഇങ്ങോട്ട് ഓട്ടോ അങ്ങോട്ട് ഓട്ടോ ഇങ്ങോട്ട് ഓട്ടോ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്താ പട്ടി ഇത്രയും ബഹളം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ചില സമയങ്ങളിൽ പട്ടി ഇതുപോലെ കാണിക്കും, പട്ടി ഇങ്ങനെ കാണിക്കും. അപ്പം ഞാൻ വിചാരിച്ചോ വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും പട്ടി കിടന്ന് ഇങ്ങനെ കാണിക്കണേ. ഞാനങ്ങ് ഇറങ്ങി ഇവന്മാർ അപ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവരാരും കാണുന്നില്ല. ഞാൻ ഇറങ്ങി ഡോറ് തുറന്ന് ഇറങ്ങാനും 2 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് 2 പേരിഞ്ഞ് വന്നു. സൈഡിൽ കൂടെ അല്ലേ ഫ്രണ്ടിൽ, ഈ ഫ്രണ്ട് ആ വഴിയിൽ നിന്ന് വന്നത്. ഈ വഴിയാണ്ട് ഈ ഡോറ് തുറന്ന് അങ്ങ് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ വീടായി. പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെ സൈഡിൽ കൂടെ 2 പേരിഞ്ഞ് വന്നു. അന്ന് ഇറങ്ങിയോണ്ട് എന്നെ അങ്ങ് ആക്രമിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു എന്ത് കാരണം എന്താ മിണ്ടാൻ പാടില്ല, മിണ്ടിയാൽ ഞങ്ങൾ കൊന്നളയുന്നു. അങ്ങനെ കുറച്ച് ഞാൻ കിടന്ന് ഇവരോടെ കിടന്ന് അങ്ങോട്ടോട്ട് ബലപ്പൊടി പിടുത്തമുണ്ടായി, പ്രശ്നങ്ങളെല്ലാം ആയി. എന്നെ പിന്നെ അങ്ങ് ഇട്ട് ചാവുട്ടിയന്മാരങ്ങ് അടിക്കുക വെട്ടിയൻ. വീഡിയോയോട് പറയണമെന്നൊന്നുമില്ല, എന്നെപ്പറ്റി ഒരുപാട് പേര് അറിയുന്ന ആൾക്കാരുണ്ട്. അതെ ഞങ്ങൾ ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും ഷാജാൻ ചേട്ടനെ പറ്റിയിട്ട് മോശമായിട്ട് അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. നല്ല മനുഷ്യൻ, ആർക്കും ദ്രോഹം ചെയ്യാത്ത മനുഷ്യൻ. ഞാനും എൻ്റെ ഒരു ഇത്രയും കൂടി എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ 25 കൊല്ലം എൻ്റെ ഈ 4ാമത്തെ വണ്ടിയാണ് ഈ വണ്ടി. അതാണ് സത്യം പറയണത്. ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് അംബാസഡർ കാർ 7299 വണ്ടി നമ്പർ SK മോലയിലിരുന്ന വണ്ടിയാണ്, പഞ്ചൂരിലിരുന്നു. ആ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് മീൻ കച്ചവടം ഞാൻ തുടങ്ങി. ഷാഹിദാക്ക എന്ന് പറയുന്ന ആലങ്കോട്ട് മീൻ ഇൻ്റർനാഷണൽ കമ്മീഷൻ കടക്കാരനാണ്, പുള്ളിക്കാരനെ ആ മീൻ ഇറക്കി കൊടുത്തുകൊണ്ടിരുന്നത്. വലിയ വണ്ടി 407 വണ്ടി, അത് 2ാമത്തെ വണ്ടി. അങ്ങനെ ആ 2 വണ്ടി എടുത്ത് ഞാൻ കച്ചവടം ചെയ്ത് എനിക്ക് ലക്ഷങ്ങൾ പോയി കഴിയുമ്പോൾ ഞാൻ കയറി അങ്ങ് പോയി. പിന്നെ ഞാൻ ബിസിനസ് നിർത്തിയിട്ട് ഗൾഫിൽ കയറിപ്പോയി. 15 കൊല്ലം കഴിഞ്ഞ് വന്നാണ് ഞാൻ 3ാമത്തെ വണ്ടി എടുക്കുന്നത്. 3ാമത്തെ വണ്ടി അത് ടാറ്റ ഐസി. അതിലെൻ്റെ 50,000 രൂപ പോയി. സത്യം, ആ 3ാമത്തെ വണ്ടിയിൽ എൻ്റെ 50,000 രൂപ പോയി. അതോടെ ഞാൻ ഡീസൽ വണ്ടിയെ കൈകൊണ്ടങ്ങ് മാറ്റി. എനിക്ക് ഡീസൽ വണ്ടിയാന്ന് വേണ്ടാന്ന്. ശരി ഏട്ടാ, ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഷാജഹാൻ ചേട്ടനെ പറ്റിയിട്ട് മോശം അഭിപ്രായം എന്നോട് ആരും പറഞ്ഞില്ല. എല്ലാവരും നല്ലൊരു മനുഷ്യനാണ്, ആർക്കും ഉപദ്രവമില്ലാത്തൊരു പഞ്ചപാവമാണ്. അദ്ദേഹത്തെയാണ് ഇത്രയും വെട്ട്, കയ്യിലും കാലിലും തലയിലൊക്കെ ഇത്രയും വെട്ടിയിട്ട്. അത് എൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവനാണ് എന്നെ ഈ ആക്രമിച്ചത്. അതെ, അതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇവിടുത്തെ മാല വലിച്ചു പൊട്ടിച്ച ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് ഇതെല്ലാം ചെയ്തത്. അയാളാണ് ആസൂത്രണം ചെയ്തത്. കൂടെ 2 നല്ല ക്രിമിനൽസും ഉണ്ടായിരുന്നു. എന്തായാലും അവർ പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുക്കുകൊണ്ടോ എടുത്തിട്ട് ഒരു മനുഷ്യൻ ഇത്രയും ചെയ്തിട്ട് പോയി. അമ്മമാർക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എങ്കിൽ പോലും സ്വന്തം ചോറ് കൊടുക്കുന്ന ഒരു മോനാണ് ഇത്രയും ഒരു ചോരയാണ് ഇവിടെ വന്ന് ചോറ് കഴിക്കുന്ന മനുഷ്യനടുത്തും ചെയ്തത്. അതാണ് നമുക്ക് ഇത്രയും സങ്കടം ഉണ്ടാകുന്ന കാര്യം. അവർക്കും സങ്കടമാണ്. ബിസിനസ് വേണ്ടി ക്യാമറമാൻ വിപിൻ മേനോനൊപ്പം സയ്യിദ് മൈരാൾ സൈനിങ് ഓഫ്.